സർവകലാശാല VC നിയമനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഗവർണർ. വിധിയിൽ വ്യക്തത വേണ്ടതുണ്ടെന്ന് രാജ്ഭവൻ. നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. അർജുൻ രാജ് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, സുപ്രീം കോടതിയെ സമീപിക്കില്ല എന്ന സൂചനകളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഗവർണറുടെ, ചാൻസലറുടെ തീരുമാനം, അല്ലേ? ബിനിൽ, തീർച്ചയായും ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും VC-മാരെ, താൽക്കാലിക VC-മാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെതിരായിട്ടുള്ള അപ്പീൽ നൽകാനാണ് ഇപ്പോൾ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. കടുത്ത തിരിച്ചടിയാണ് ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ അതുകൊണ്ട് പിന്മാറാൻ ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കുകയാണ് ഗവർണർ ഈ നീക്കത്തിലൂടെ ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ ചെന്ന് ഇക്കാര്യത്തിൽ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമനാധികാരി ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത തേടുകയാണ് സർവകലാശാല രാജ്ഭവൻ ഗവർണറുടെയും ചാൻസലറായിട്ടുള്ള ഗവർണറുടെയും ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതിയിലെ ചില പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജ്ഭവന്റെ ഈ നീക്കം. അതായത് VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ചാൻസലർക്കാണ് കൂടുതൽ അധികാരമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇതാണ് രാജ്ഭവന് ആത്മവിശ്വാസം നൽകുന്ന ഘടകം. ഇങ്ങനെ ഈ രണ്ട് VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചാലും ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് കോടതിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്ഭവൻ. അതിനോടൊപ്പം തന്നെയാണ് UGC-യുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തുകയാണെങ്കിൽ UGC-യുടെ കൂടി ഒരു വാദം ഇത് സംബന്ധിച്ച് ഉണ്ടാകും. അതും ഏറെക്കുറെ രാജ്ഭവൻ അല്ലെങ്കിൽ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് രാജ്ഭവൻ പങ്കുവെക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ രാജ്ഭവൻ ഒരുങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് തന്നെ രണ്ട് സർവകലാശാല, സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും കാര്യം പ്രത്യേകമായി പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് സർവകലാശാലകളുടെയും നിയമപ്രകാരം സർക്കാർ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 6 മാസത്തേക്ക് താൽക്കാലിക VC-മാരെ നിയമിക്കാൻ കഴിയുക. ഇതിനായിട്ടുള്ള സർവകലാശാല നിയമത്തിലെ വകുപ്പുകൾ UGC ചട്ടങ്ങൾക്ക് എതിരല്ല എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി വിലയിരുത്തിയത്. അതായത് ഈ രണ്ട് സർവകലാശാലകൾക്കും അവരുടെ സർവകലാശാല നിയമപ്രകാരം താൽക്കാലിക VC-മാരെ നിയമിക്കാനുള്ള അധികാരം നൽകിയിട്ടുള്ളത് സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന സർക്കാർ ശുപാർശ അടിസ്ഥാനത്തിൽ ആണ് എന്നുള്ളതാണ് കോടതി ഇന്നലെ നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ആത്മവിശ്വാസം അതാണ്. അതായത് സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഈ നിബന്ധന, ഈ സർവകലാശാല നിയമപ്രകാരമുള്ള നിയമനം നടത്താനുള്ള അധികാരം സർക്കാർ നോമിനികൾക്കാണ്, അല്ലെങ്കിൽ സർക്കാർ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള നിയമനത്തിന് സാധുത ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കാനായിരിക്കും സർക്കാർ എന്തായാലും ശ്രമിക്കുക. അതേ സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. നിയമന അധികാരി, VC-മാരുടെ നിയമന അധികാരി ആരാണെന്ന് വ്യക്തത വേണം എന്നായിരിക്കും സുപ്രീം കോടതിയിലും ഗവർണർ എന്തായാലും ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. അർജുൻ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലിപ്പോൾ വ്യക്തത വേണം എന്നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും തുടർ ഹർജി നൽകുമ്പോൾ സുപ്രീം കോടതിയിൽ ഗവർണർ രാജ്ഭവൻ ആവശ്യപ്പെടാൻ പോകുന്നത്. പക്ഷേ നോക്കൂ, അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം, സിംഗിൾ ബെഞ്ചിൽ വിശദമായ നിയമ പോരാട്ടം നടത്തി വളരെ വിശദമായ നാളുകൾ എടുത്ത് വാദമുഖങ്ങൾ ഉയർത്തിയ ഒരു വിധിയാണ്. അവിടെ നിന്നാണ് സിംഗിൾ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി ലഭിക്കുന്നത്. പിന്നീട് ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോഴും വളരെ വിശദമായ വാദമുഖങ്ങൾ ഗവർണർ, ചാൻസലർ എന്ന നിലയിൽ ഉയർത്തി. അപ്പോഴും പ്രതിവാദങ്ങൾ ശക്തമായി സർക്കാർ ഉന്നയിച്ചു. അതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഹർജി അല്ലെങ്കിൽ വിധി ശരിവെക്കുന്ന നടപടിയിലേക്ക് ഇന്നലെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് കടന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പോയാലും ഇതിനൊരു മാറ്റം വരും എന്ന ഗവർണർ കരുതുന്നുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗവർണർക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശം ഇതൊരുപക്ഷെ ഈ നടപടി വൈകിക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇതിൽ ഒരു മാറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ടോ രാജ്ഭവന്? ബിനിൽ, ഇക്കാര്യത്തിൽ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം കൂടിയായി കാണുന്നുണ്ട് രാജ്ഭവൻ. കാരണം ഇത് അവർക്ക് ഏറ്റ തിരിച്ചടിയാണ്, രാജ്ഭവൻ ഏറ്റ കടുത്ത തിരിച്ചടിയാണ്. കാരണം സംസ്ഥാന സർക്കാരുമായി സർവകലാശാല വിഷയത്തിൽ തന്നെ നേരിട്ട് വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് രാജ്ഭവനും സർക്കാരും പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു വിധി എന്നുള്ളത് ശ്രദ്ധേയമാണ്. രാജ്ഭവൻ അല്ലെങ്കിൽ ചാൻസലറായിട്ടുള്ള ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ VC ആയിരിക്കുന്ന എല്ലാ സർവകലാശാലകളിലും പ്രതിഷേധമുണ്ട്. കേരള സർവകലാശാലയിലൊക്കെ അതിന്റെ ഒരു തീവ്രത നമ്മൾ ഇപ്പോഴും അറിയുന്നുണ്ട്. അങ്ങനെ സർക്കാരും രാജ്ഭവനും തമ്മിൽ നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഗവർണർക്ക് വലിയ ഒരു തിരിച്ചടി കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് ആ തീരുമാനം അംഗീകരിച്ച് പിന്മാറിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഗവർണറുടെ പിന്നോട്ട് പോക്കായി അല്ലെങ്കിൽ തോൽവിയായി പരിഗണിക്കപ്പെടും. അതുകൊണ്ടാണ് വിധി ഏതെങ്കിലും തരത്തിൽ സുപ്രീം
കോടതി വിധി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിന് അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഈ പോരാട്ടം തുടരുക അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ വീണ്ടും എടുക്കുക എന്നുള്ള സമീപനത്തിലേക്ക് രാജ്ഭവൻ എന്തായാലും പോയിട്ടുള്ളത്. ഉറപ്പായും അതുകൊണ്ടാണ് തീർച്ചയായും സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. രണ്ട് ബെഞ്ചുകളിൽ സംസ്ഥാന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും തിരിച്ചടി നേരിട്ടെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന ഗവർണറുടെ നീക്കം നിശ്ചയമായും ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ ആ പോരിൽ നിന്ന് ആ നിലപാടിൽ നിന്ന് നയത്തിൽ നിന്ന് മാറാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ്. എന്തായാലും വീണ്ടും നിയമയുദ്ധത്തിലേക്ക് കടക്കുകയാണ്, സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. എന്തായാലും സർക്കാർ വളരെ വേഗത്തിൽ പുതിയ വിസിമാരെ നിയമിക്കുന്നതിനുള്ള പട്ടിക ഗവർണർക്ക് രാജ്ഭവന് കൈമാറും. സ്വാഭാവികമായും അതിൽ ഒപ്പിടേണ്ടി വരും ഗവർണർ രാജ്ഭവൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അന്തർനാടകങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. സുപ്രീം കോടതി ഈ വിധി സ്റ്റേ ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണറെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ് തിരുവനന്തപുരത്ത്.